നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആയിട്ടുള്ള ശക്കർപാര അല്ലെങ്കിൽ ശക്കർപ്പാളി തയ്യാറാക്കാം. അപ്പൊ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സാധാരണ രീതിയിൽ ഇത് ദീപാവലിയുടെ സമയത്ത് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിന്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. കുക്കീസ് ഒക്കെ കഴിക്കുന്നത് പോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മളിത് എണ്ണയിൽ എളുപ്പത്തിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. നമുക്കപ്പോ ശക്കർപ്പാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് അളവില് മൈദയാണ് കേട്ടോ. നിങ്ങൾക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവില് ഏലക്കാപ്പൊടി, ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 കപ്പ് അളവില് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കാം. 2 നുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കൈവച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്യ് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തിളച്ച നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നെയ്യൊന്ന് ഉരുക്കിയെടുക്കട്ടെ. നല്ല തിളച്ച നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/3 കപ്പ് നെയ്യാണ് കേട്ടോ. ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഉരുക്കാത്ത നെയ്യ് നമ്മൾ എടുക്കുമ്പോൾ 1/3 കപ്പ് എടുക്കാം. അപ്പോൾ ഉരുക്കി കഴിയുമ്പോൾ 1/3 കപ്പിനേക്കാളും കൂടുതൽ അളവിലുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ മെഷർമെൻറ്റ് കപ്പ് ഉപയോഗിച്ച് അളക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, ഏത് ഗ്ലാസ്സിൽ, ഇപ്പോൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ഉപയോഗിക്കണത്, അപ്പോൾ അതിലെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാം അളക്കുക. ഇപ്പോൾ മൈദ അതിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ബാക്കിയെല്ലാം അളക്കുക. അപ്പോൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട നെയ്യ് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. നെയ്യ് ഒരുപാട് കൂടും ചെയ്യരുത് കേട്ടോ, കൂടിയാൽ നന്നായിട്ട് വരില്ല. അപ്പോൾ ഞാനെടുത്ത നെയ്യ് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ എണ്ണയിനേക്കാളും എപ്പോഴും നന്നായിട്ട് വരിക നെയ്യ് ചേർക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്യുടെ അളവ് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, നമ്മളിത് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കാൻ പറ്റണം. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നെയ്യുടെ അളവ് കറക്റ്റാണ്. പൊട്ടിപ്പോവാത്ത ഒരു രീതിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നെയ്യുടെ അളവ് കറക്റ്റാണ്. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാലിപ്പോൾ തിളപ്പിച്ചതാണെങ്കിലും തിളപ്പിക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 1/4 കപ്പ് പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതിരിക്കുക, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇപ്പോൾ പാലിൻ്റെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കണം മൈദയുടെ ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെയല്ല കുഴക്കേണ്ടത്. അതായത് അതിനേക്കാളും ഒന്നും കൂടി ഹാർഡായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് പാലൊഴിച്ചിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത് ഇതുപോലെ കുഴച്ച് അങ്ങോട്ട് എടുക്കാം. കണ്ടില്ലേ? ഞാൻ 1/4 കപ്പ് പാല് മാത്രം അതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കൂടി വരണം, അത്ര തന്നെ മതി. ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഒരുപാട് അബ്സോർബായിട്ട് നന്നായിട്ട് വരില്ല. ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ ഒരിക്കലും വരില്ല. ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒരു ഉരുള പോലെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കേണ്ടി വരുന്നുണ്ടോ. പൊടിഞ്ഞ് പോണൊരു ടെക്സ്ചർ തന്നെയാണ് ഇതിന്. ഇതിപ്പോൾ കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞു പോവും. പക്ഷെ പ്രശ്നമൊന്നുമില്ല. എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ച് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം റെഡി ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സംഭവം ആദ്യം കുഴയ്ക്കുമ്പോഴാണെങ്കിലും പിന്നീടാണെങ്കിലും ഒരുപാട് കുഴച്ചങ്ങോട്ട് സോഫ്റ്റ് ആക്കി എടുക്കരുത്. ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ഡവ് ആയതുകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ അത്ര ഈസി ആയിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പരത്തിയെടുക്കേണ്ടി വരും കേട്ടോ. പരത്തിയെടുക്കുമ്പോൾ
ഒരുപാട് തിക്കാക്കും വേണ്ട, ഒരുപാട് തിന്നാക്കും വേണ്ട. ഒരു മീഡിയം തിക്നെസ്സിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ഇതിൽ പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നെയ്യുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കണ്ടോ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് പിന്നെ വീണ്ടും എന്താ പറയുക ഉരുട്ടി പരത്തിയെടുത്താൽ മതിയല്ലോ. ഇതൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിതിപ്പോൾ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് പീസസ് ആയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ തിക്നെസ് കാണിച്ചു തരാം. കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും ഈ പാത്രത്തിലേക്ക് ഇനി ഇട്ടിട്ട് ഒന്നും കൂടിയും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കട്ട് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതേ ഇതുപോലെ ഇത്രയെങ്കിലും തിക്നെസ് വേണം. ഈ ഒരു തിക്നെസ് കിട്ടാം. ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് വരിക. ഒട്ടിപ്പിടിക്കണമൊന്നും തന്നെ ഇല്ല. ഇത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുകളിൽ വെച്ചാലും അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ആ ഒരു നെയ്യ് ഉണ്ടല്ലോ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കാം. കുറച്ച് തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം വറുക്കാൻ ആവശ്യത്തിന്. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പരത്തി കട്ട് ചെയ്ത് വെച്ച് ശർക്കരപ്പാര ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയ്ക്ക് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ഒരുപാട് തിളച്ച എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി വീർത്ത് അങ്ങനെ വരും. ഈ ഒരു ശർക്കരപ്പാരയുടെ കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ആയിട്ട് വരട്ടെ. നമുക്കിതൊരു 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇട്ടപ്പോൾ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അതിനുശേഷം മാത്രം ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി വരുമ്പോൾ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞൊക്കെ പോവും. നല്ലൊരു ഗോൾഡൻ കളറാവണത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഈവനായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡിലാവുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം. ഇത് കുറച്ച് തിക്നെസ് വരുമ്പോഴാണ് ശരിക്കും ആ ഒരു നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഒരു കുക്കീസൊക്കെ കഴിക്കുന്ന ഒരു എഫക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കിയതെല്ലാം കാര്യം ഇവിടെ കുട്ടികൾ ബട്ടർ കുക്കീസ് ആണെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചിലത് അതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അവസാനമായപ്പോൾ പിന്നെ എഡ്ജസ് ഒന്നും ഞാൻ പിന്നെ കട്ട് ചെയ്ത് മാറ്റാനൊന്നുമില്ല. അപ്പോൾ അതേ നമ്മുടെ ശർക്കരപ്പാര റെഡി ആയിട്ടുണ്ട്. ഞാൻ രണ്ടും പൊട്ടിച്ച് കാണിക്കാം. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. ഈ ഒരു ഭാഗത്ത് കൊണ്ടോ ഇതുപോലെ ലേയേഴ്സ് ആയിട്ട് വരണം. അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാം. നല്ല ക്രിസ്പിയാണ്. ഒരു ഭാഗം കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് കുറേ നാൾ കേട് വരാതെ ഇരിക്കുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയാണ് കേട്ടോ. 1 മാസമൊക്കെ വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ശരിക്കും കുക്കീസൊക്കെ കഴിക്കുന്ന ആ ഒരു ടെക്സ്ചറാണ്. ടേസ്റ്റ് ആണെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ബട്ടർ കുക്കീസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.